നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ ഓർമ്മകളുള്ള സ്ഥലത്തേക്ക് യാത്ര പോകാമെന്ന്. അത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് കേട്ടോ. ചുമ്മാ ഫ്രണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ 21 വർഷമായിട്ട് ഒരുമിച്ചുള്ളതാണ്. നഴ്സിംഗ് പഠിക്കുമ്പോൾ തൊട്ട് ഒരുമിച്ചുള്ള. അതേ ഞങ്ങൾ അയർലൻഡിലോട്ട് വന്നു. ഞങ്ങളൊരു 6 പേരുണ്ട് കേട്ടോ. ലിറ്റിൽ ഫ്ലവർ അങ്കമാലി കണ്ണാശുപത്രിയിൽ നഴ്സിംഗ് പഠിച്ച. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ചിഞ്ചൂസിൻ്റെ 40th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ പാർട്ടി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ അറേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ പല സ്ഥലത്തു നിന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്കാണെങ്കിൽ 3 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ. എത്തിപ്പെടാൻ പറ്റിയത് തന്നെ ഭയങ്കര അതിശയമായിപ്പോയി. അപ്പോൾ എല്ലാവരെയും കണ്ട് ഭയങ്കര നമുക്ക് നമ്മുടെ കോളേജ് ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇപ്പോഴും ഞങ്ങൾക്ക് പുതിയ പുതിയ കുറേ ന്യൂസുകൾ കിട്ടും കേട്ടോ. നമ്മളറിയാത്ത കുറേ കഥകൾ ആരുടെങ്കിലൊക്കെ വായിന്ന് വീഴും. അപ്പോൾ ആൾക്കൊരു ക്ലൂ ഉണ്ടായില്ല കേട്ടോ ഞങ്ങളിങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന്. ആ കത്തിച്ചേച്ച കമ്പത്തിലേക്ക് ചെറിയ ടൈമിൽ തെറ്റിപ്പോയി കേട്ടോ. ചിഞ്ചും സുജിത്തും കയറി വന്നപ്പോഴേക്കും അതൊക്കെ കെട്ടുപോയായിരുന്നു. അതുപോലെ സുജിത്ത്, ചിഞ്ചുൻ്റെ ഹസ്ബൻഡ്, അവിടെയുള്ള കുറേ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് വന്ന് സെറ്റായി. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട്. ഷിൻഡപ്പനും നിജോയും ഞങ്ങളുടെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യും. ജിൻഷാമണിയാണ് നല്ല ബ്രില്യൻ ഫോട്ടോഗ്രാഫർ ആയിട്ട്. അപ്പോൾ ആളാണ് ഇപ്പോൾ ഇവിടുത്തെ മീഡിയയുടെ കോഴ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ജോമൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ബേക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ജോമളുടെ ബ്യൂട്ടിഫുൾ കേക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും തെരേസയും ബ്ലസ്സിയൊക്കെ ഇവർക്ക് കട്ട സപ്പോർട്ടായിട്ട് എല്ലാത്തിനും കൂടെ കേട്ടോ. കുറച്ചൊരു ഡാൻസൊക്കെ ഞങ്ങൾ അപ്പം തട്ടിക്കൂട്ടി. പിന്നെ അവിടെയുള്ളവരും ഡാൻസ് കളിച്ച് ഞങ്ങളും അവരുടെ കൂടെ കളിച്ചു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ചിഞ്ചുവിൻ്റെ കൂടെ കൂടിയിട്ടാണ് ഞാൻ കുറേയൊക്കെ ഡാൻസ് പഠിച്ചത്. അതൊക്കെ വേറെ കഥ, വേറൊരു ദിവസം പറയാമേ. ചിഞ്ചുവാണി തൊട്ടും പ്രതീക്ഷിച്ചിലായിട്ട് ഇവിടെ വേറെ എന്തൊരു പാർട്ടിക്ക് തല കാണിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്ന കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോൾ ആളാകെ ഞെട്ടിപ്പോയി. ചിഞ്ചുവിനെ കുറിച്ച് 2 വാക്കൊക്കെ പറയാൻ പറഞ്ഞിട്ടോ. എനിക്കങ്ങനെ കുറേ പറയാനുണ്ട്. പക്ഷേ ആ നേരത്തെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഞങ്ങളാണെങ്കിൽ കാണിച്ചു കൂട്ടി ഇവിടെ വന്നപ്പോൾ കാണിച്ചു കൂട്ടിയ മണ്ടത്തരങ്ങളും പിന്നെ കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ കുറേ ഫോളോവേഴ്സിനെ കണ്ട് അവരുടെ വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് എന്തായാലും പരിപാടി കിടുമായിരുന്നു. ജിൻഷിയുടെ കിടക്കും ഫോട്ടോ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാവേ. അതുപോലെ നമ്മുടെ ഡാൻസിൻ്റെ വീഡിയോസ് ഒക്കെ ഇടാൻ കേട്ടോ. ഞങ്ങളുടെയും ജിഞ്ചുവിൻ്റെയൊക്കെ മെമ്മറിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ഡേ ആയിട്ട് മാറിയിട്ട്. എന്തായാലും ജിൻഷിയാണ് എൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആയിരുന്നു. എന്താ സംഭവം കിടുക്കി. എന്തായാലും ചിഞ്ചു വളരെ കൃതാർത്ഥിയായെന്ന് തന്നെ പറയാം. പിന്നെ ഞങ്ങൾക്കാണ് തിരിച്ചു പോരണായിരുന്നേ. നമുക്ക് പിറ്റേ ദിവസം ഒരു പരിപാടി ഉണ്ടായിരുന്നു പോകുന്നത് കേട്ടോ. 3 മണിക്കൂർ ട്രാവൽ ചെയ്ത് വീട്ടിലെത്തിപ്പോഴേക്കും 4 മണിയായി വെളുപ്പിന്. ഞങ്ങൾ ഗേൾസ് ആട്ടോ ഒരുമിച്ച് പഠിച്ചത്. കെട്ടിയന്മാരൊക്കെ ഇവിടെ വന്ന് പരിചയപ്പെട്ടവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ചിഞ്ചുവിന് മാത്രമേ 40 ആയിട്ടുള്ളൂ, ഞങ്ങൾക്ക് ആർക്കും 40 ആയിട്ടില്ല എന്ന്.